പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടു. കർത്താവ് ചോദിച്ചു, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ കഴിയുന്നില്ലയോ എന്ന്. ആ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് കർത്താവ് അവരോട് പറയുകയുണ്ടായി. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. കർത്താവ് പ്രാർത്ഥിച്ച് രണ്ടാമതും വരുമ്പോൾ ശിഷ്യന്മാർ വീണ്ടും ഉറങ്ങുന്നത് കണ്ടു. അവരെ കർത്താവ് ഉണർന്നിരിപ്പീൻ എന്ന് കർത്താവ് അവരെ ഉണർത്തിയതിനു ശേഷം വീണ്ടും കടന്നുപോയി. മൂന്നാമത് കർത്താവ് കടന്നു വരുമ്പോൾ അവരുടെ കണ്ണിന് ഭാരം കൂടിയിട്ട് അവർ ഉറങ്ങുവാനായിട്ട് ഉറങ്ങുന്നത് കർത്താവ് കണ്ടു. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞറിയാമോ? ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ, എൻ്റെ നാഴിക അടുത്തു എന്ന് കർത്താവ് പറയുകയുണ്ടായി. പ്രിയരെ, വചനം പറയുന്ന മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. യേശുവിനെ അവർ പിടിച്ചു കൊണ്ടുപോയി. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, ഉറങ്ങിയാൽ പരാജയമാണ്. പ്രാർത്ഥന എന്ന തോട്ടത്തിലാണോ? പ്രാർത്ഥന എന്ന മതിൽ കെട്ടി ആ പ്രാർത്ഥനയുടെ ആ ഒരു വലയത്തിലാണോ നിങ്ങളിപ്പോഴും ആയിരിക്കുന്നത്? പ്രാർത്ഥിക്കാത്തൊരുവൻ ദൈവമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. പ്രാർത്ഥിക്കുന്ന ഒരുവന് ദൈവമായിട്ട് അഭേദ്യ ബന്ധം ഉണ്ട്. ആകയാൽ പ്രാർത്ഥിക്കാതെ ഉറങ്ങിയാൽ ജീവിതം പരാജയമാണ് എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആമേൻ.